പാഠം 840 കണക്കിലെ കളികൾ. ഹലോ, അതെ. നമസ്കാരം സാർ. ഞാൻ സാറിനെ ഒന്ന് വിളിക്കണമെന്ന് ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. പ്രസാദിന്റെ കേസ് മുനിസിപ്പൽ കോടതിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് രാവിലെ ആയിരിക്കും. ഉച്ചകഴിഞ്ഞ് മജിസ്ട്രേറ്റ് കോടതിയിൽ 2 കേസുണ്ട്, വിനയന്റെയും ജോണിക്കുട്ടിയുടെയും. അതെ സാർ. എല്ലാം കൂടി ഒരു ദിവസം വന്നുകൊണ്ട് ഞാൻ ആകെ പ്രയാസത്തില്ല. അതെയോ? ബാങ്കിൽ നിന്നുള്ള കടലാസ് രാവിലെ 10 മണിക്ക് തരാമെന്ന് മാനേജർ പറഞ്ഞിട്ടുണ്ട്. മത്തായി ചേട്ടനോട് അതൊന്ന് വാങ്ങാൻ പറഞ്ഞ. അതെയോ? ഈശ്വര, അപ്പൊ ഇനി എന്ത് ചെയ്യും? ഓ ശരി സാർ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചോളാം. എന്റെ ഈശ്വര, ഇനി എന്ത് ചെയ്യും? എന്ത് പറ്റി? മത്തായി ചേട്ടന്റെ മോക്ക് സുഖമില്ലാത്തതുകൊണ്ട് മത്തായി ചേട്ടൻ കോട്ടത്തിന് പോയിരിക്കാന്ന്. അതിന് ഇനിയിപ്പോ 10 മണിക്ക് ബാങ്കിൽ ആര് പോവും? എന്തിന്? വഴിയുണ്ട്. സുരേഷേ, നീ എവിടെയാ? അതെ, ഒരു അത്യാവശ്യമുണ്ട്. പ്രസാദിന്റെ കേസ് ഇന്ന് മുനിസിപ്പൽ കോടതി വരും. ബാങ്കിൽ നിന്ന് ഒരു കടലാസ് ഹാജരാക്കണം. മത്തായി ചേട്ടൻ സ്ഥലത്തില്ലെന്ന്. നീ പോയിട്ട് അതൊന്ന്. അതെ, 10:30 മുന്നേ ചെല്ലണം. മാനേജർ 10:30 എറണാകുളം പോവും. ഇങ്ങനെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സംഗതി നടക്കണം. ഓ ശരി. സുരേഷിന് രാവിലെ വേറെന്തോ അത്യാവശ്യമായിട്ട് എവിടെയോ പോവാനുണ്ടെന്ന്. പറ്റിയ 10:30 ബാങ്കിലെത്താന്ന്. ഏത് സുരേഷ്? ഗുമസ്ത സുരേഷ് അല്ലാണ്ടാരാ? അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവൂ. അല്ലാതെ സുരേഷ് എന്ന് മാത്രം പറഞ്ഞാൽ മനസ്സിലാക്കാൻ അയാൾ മമ്മൂട്ടിയോ യേശുദാസൊന്നും അല്ലല്ലോ. സുരേഷ് സമയത്തിന് ബാങ്കിൽ ചെന്നാ മതിയായിരുന്നു. ഏത് ബാങ്കിൽ? ഒന്ന് ശല്യപ്പെടുത്താ പോകാമോ മോനേട്ടാ? അയ്യോ, വിദ്യ, ഇന്നൊരു ദിവസം നമ്മൾ നക്ഷത്രം ഉണ്ടെന്ന് കേട്ടോ തോന്നുന്നേ. 3 കേസാ ലിസ്റ്റ് ചെയ്തിരിക്കുന്നേ. വേറെ ഒരുപാട് കാര്യമുണ്ട് താനും. ഞാൻ 10:45 വരുള്ളൂ. കൃത്യം 10:15 ജോസഫ് സാറിന്റെ ഓഫീസിലെത്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉച്ചകഴിഞ്ഞ് ജോണിക്കുട്ടിയുടെ കേസ് വിളിക്കുമ്പോ ജോസഫ് സാറിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ആകെ പ്രശ്നമാവേ. അതെ, ഞാൻ വരുന്നവരുടെ കാര്യങ്ങൾ നീ നോക്കിക്കോളണേ. ആ കേസിൽ സാക്ഷി പറയാനുള്ള ബഷീറിനോട് രാവിലെ 10:30 ആകുമ്പോഴേക്കും വക്കീലാഫീസ് വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. 10:30 അയാൾ വരുമ്പോ ഞാൻ അവിടെ ഇല്ലെങ്കിൽ അയാളുടെ പാട്ടിനും പോവും. ഏത് ബഷീർ? മോഹനന്റെ എത്ര ബഷീറിനെ അറിയാം? വൈക്കം മുഹമ്മദ് ബഷീർ, E.T. മുഹമ്മദ് ബഷീർ, ഡോക്ടർ M.M. ബഷീറിനെയും അറിയാം. ഇതൊന്നും അല്ല, സുരേന്ദ്ര ചേട്ടന്റെ തയ്യൽക്കടയിലെ ബഷീർ. ജോണിക്കുട്ടിയുടെ കേസില് അയാളാ സാക്ഷി. ഏത് ജോണിക്കുട്ടി? സംസാരിച്ചേക്ക് എനിക്ക് സമയമില്ല. എനിക്ക് കൃത്യം 9:45 ഇവിടുന്ന് ഇറങ്ങേണ്ടതാണ്. ഇന്നൊരു ദിവസത്തേക്ക് മോഹനേട്ടൻ എന്റെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കരുത്. നീ എന്താ പറഞ്ഞിട്ട് പോകുന്നത്? എനിക്ക് മനസ്സിലായില്ലല്ലോ. അതിൽ മനസ്സിലാവാത്തായിട്ട് എന്തായിരുന്നു മോനേട്ടാ? ഇന്ന് എനിക്ക് ഭയങ്കര തിരക്കുള്ള ദിവസമാണ്. 2 കോടതിയിലായിട്ട് 3 കേസ്. അതിനിടയിൽ പല സ്ഥലത്തും പോകാനുള്ളത് വേറെയും. എനിക്ക് 9:45 ഇവിടുന്ന് ഇറങ്ങേണ്ടതാണ്. അതുകൊണ്ട് ഓരോ നിസാര കാര്യങ്ങൾ പറഞ്ഞ് എന്നെ താമസിപ്പിക്കരുത് എന്ന്. നീ പറയുന്നത് കേട്ടാൽ തോന്നും ഞാനാണ് നിന്നെ താമസിപ്പിക്കുന്നത് എന്ന്. നീ എന്തെങ്കിലും താമസിച്ച് വക്കീൽ ഓഫീസിലോ കോടതിയിലോ പോയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മാത്രം തെറ്റുകൊണ്ട്. നീ എന്നെ കണ്ടു പഠിക്ക്. ഞാൻ എല്ലാ ദിവസവും കൃത്യസമയത്ത് തന്നെ ഓഫീസിലെത്തുന്നുണ്ടല്ലോ. അതെന്തുകൊണ്ടാ? മോഹനേട്ടന്റെ കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായി ചെയ്തു തരുന്നുള്ളതുകൊണ്ട് മോഹനേട്ടന് ഒരു പ്രയാസവും ഇല്ലാതെ മിടുക്കനായിട്ട് ഓഫീസിൽ പോകാൻ പറ്റും. എന്റെ കാര്യം അങ്ങനെ അല്ലല്ലോ. എന്റെ സകല കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കട്ടെ. ഇതൊക്കെ പെണ്ണുങ്ങൾ സ്ഥിരമായി പറഞ്ഞ ചില വർത്തമാനങ്ങളാ. എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഭാമ അതിനകത്ത്? ഉദാഹരണത്തിന്, ഇന്ന് 2 കോടതികളിലായി 3 കേസുകളുണ്ട് എന്ന് നിനക്ക് വളരെ നേരത്തെ അറിയാമായിരുന്നല്ലോ. അപ്പൊ നീ എന്താ ചെയ്യേണ്ടിയിരുന്നത്? കുറച്ച് ജോലികൾ ഇന്നലെ തന്നെ ചെയ്തു തീർക്കണമായിരുന്നു. ചോറും കറി ഇന്നലെ തന്നെ ഉണ്ടാക്കാമായിരുന്നു. മോഹനേട്ടൻ ഇന്നത്തേക്കുള്ള ഉച്ചയൂണ് ഇന്നലെ തന്നെ ചോറ്റുപാത്രത്തിലാക്കി വെക്കാമായിരുന്നു. ശരിയാ, മുറ്റ ഇന്നലെ അടിച്ചു വൃത്തിയാക്കാമായിരുന്നു. മോഹനേട്ടൻ ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ച പാത്രം ഇന്നലെ തന്നെ കഴുകി വെക്കാമായിരുന്നു.
സമയമില്ലാത്ത സമയത്ത് ദയവായിട്ട് ഉപദ്രവിക്കാതെ ഒന്ന് പോകാമോ? ഞാൻ എന്റെ ജോലിയും തീർത്തോട്ടെ. ആ ഫോണെങ്കിലും ഒന്ന് പോയിട്ടെടുക്ക്. ഞാനൊരു ജോലി ചെയ്തോണ്ടിരിക്കല്ലേ. പോണുണ്ടോ ഒന്ന്? ഈശ്വര. ഹലോ, അതെ, കൊടുക്കാം. ഭാമേ. ഭാമ അടുക്കളയിൽ ഭയങ്കര തിരക്കിലാണ്, ഇപ്പോൾ വരും. എന്താ മോനട്ടാ? ആരാ? സത്യപാലൻ വക്കീൽ. ആ, എന്തായി സത്യപാല? 11 മണിക്കോ? അത് കുഴപ്പമില്ല. സത്യപാലൻ 11 മണിക്ക് ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് നേരെ മുനിസിപ്പൽ കോടതിയിലേക്ക് വന്നാൽ മതി. ഞാൻ അവിടെ ഉണ്ടാവും. പ്രസാദിന്റെ കേസുണ്ട് രാവിലെ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? സത്യപാലം കൂടി ഇന്ന് വന്നില്ലെങ്കിൽ എന്റെയും വിദ്യാലക്ഷ്മിയുടെയും കാര്യം ഒന്ന് പോക്കാ. ഞാൻ എങ്ങനെയാ 11 മണിക്ക് ഡോക്ടറെ കാണാൻ പോവാ? മുനിസിപ്പൽ വരുമ്പോ കോടതി കാണണ്ടേ? ഇത് വലിയ കഷ്ടമാണ് കേട്ടോ. എന്തൊരു ദ്രോഹമാണ് ഓരോരുത്തർ ചെയ്യുന്നത് നോക്കണേ. ഇന്നൊരു ദിവസം തന്നെ സത്യപാലൻ അമ്മായിച്ചനെ കാണാൻ പോണം. ഇനി ഞാൻ എന്ത് ചെയ്യും എന്റെ ഈശ്വര? കാര്യം എനിക്ക് മനസ്സിലായില്ല. സെന്റ് മേരീസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ മാലതിയുടെ കയ്യിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങണം. വിനയന്റെ കേസിന്റെ ആവശ്യത്തിനുള്ളത്. സത്യപാലൻ ഡോക്ടർ മാലതിയെ പരിചയമുള്ളത് കൊണ്ട് സത്യപാലനെ കാര്യം ഏൽപ്പിച്ചു. ഇപ്പൊ സത്യപാലൻ പറയാണ്, ഡോക്ടറോട് ഞാൻ കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും പറഞ്ഞു വെച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു പോയി. സത്യപാലൻ അമ്മായിച്ചനെ ഇന്ന് രാവിലെ ജൂബിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോവാണെന്ന്. ഇനി ഞാൻ എന്ത് ചെയ്യും? ഈ കേസെല്ലാം കൂടെ വലിച്ചെറിഞ്ഞിട്ട് വക്കീൽ പണി കഴിഞ്ഞിട്ട് ഞാൻ എന്റെ പാട്ടിന് പോവും. നോക്കൂ, അത് തരക്കേടില്ലാത്ത ഒരാശയമാണ്. മോഹനേട്ടൻ അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കാന്നുള്ള കാര്യം എനിക്കറിയാം. അങ്ങനെ ജോലിയും കൂലിയില്ലാതെ ഞാൻ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ മെക്കിട്ടുകാരി ആഘോഷിക്കാലോ. അല്ലെങ്കിൽ ആണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാ. പെണ്ണുങ്ങൾ ആളാവുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പ തുടങ്ങും അസൂയ. ഇന്നലെ മിനിങ്ങാന്ന് ഒരു ജോലി ഇല്ലാതെ വക്കീലാഫീസിൽ നീച്ച അടിക്കൊണ്ടിരുന്നപ്പോ സത്യപാലന് എവിടെയും പോകണ്ട. ഇന്ന് ഞാനും വിദ്യാലക്ഷ്മി ഹാജരാവുന്ന ഒരു കേസ് വന്നപ്പോ ഒരു സഹായം ചെയ്യാതെ ഒഴിഞ്ഞു മാറുന്നു. യാണെന്ന് പറഞ്ഞ വർഗത്തിനെ കൂട്ടിച്ചു വളർന്ന് വിശ്വസിക്കാൻ കൊള്ളൂല. ഇപ്പൊ നീ പറഞ്ഞിട്ട് പോകുന്നതെല്ലാം ശുദ്ധ വിവരക്കേടാണ്. ഒരു പ്രശ്നം വരുമ്പോൾ ആണുങ്ങളെ കുറ്റം പറയുന്നത് ചില പെണ്ണുങ്ങളുടെ സ്ഥിരം പരിപാടിയാണ്. ഞാൻ വെറുതെ കുറ്റം പറഞ്ഞല്ലോ മോഹനേട്ടാ, പറഞ്ഞതെല്ലാം കാര്യമല്ലേ? എന്ത് കാര്യം? എന്നെ നീ കുറ്റം പറയുന്നത് വിടാം, അത് എല്ലാ ദിവസവും ചെയ്തതാണല്ലോ. പക്ഷേ സത്യപാലന്റെ കാര്യമോ? ഈ കാര്യത്തിൽ സത്യപാലൻ ചെയ്ത തെറ്റെന്താണ് എന്ന് നീ ഇപ്പൊ പറയണം. ഓ, അപ്പൊ മോഹനയുടെ സത്യപാലന്റെ പക്ഷത്തായോ? അതല്ലല്ലോ അങ്ങനെയല്ലേ വരുള്ളൂ. ഞാൻ ഏത് പക്ഷത്ത് നിൽക്കുന്നോ അതിന്റെ നേരെ എതിർപക്ഷത്തല്ലേ മോഹനയുടെ പോയി നിൽക്കുള്ളൂ. ഞാൻ സത്യപാലന്റെ പക്ഷത്തല്ല, സത്യത്തിന്റെ പക്ഷത്താണ്. ഇന്നലെയും മെനിങ്ങാന്നും വക്കീൽ ആഫീസിൽ ഈച്ച അടിച്ചുകൊണ്ടിരുന്ന സത്യപാലൻ ഇന്ന് നിനക്കൊരു കേസ് വന്നപ്പോൾ വേറൊരു കാര്യത്തിന് വേണ്ടി പോയി എന്നതാണല്ലോ നീ പറയുന്ന പ്രശ്നം. നീ തന്നെ പറഞ്ഞു സത്യപാലന്റെ അമ്മായി അച്ഛനെ ഇന്ന് രാവിലെയാണ് ആശുപത്രിയിലാക്കിയതെന്ന്. ഇന്ന് രാവിലെ ആശുപത്രിയിലാക്കിയ അമ്മായി അച്ഛനെ കാണാൻ ഇന്നലെ പോകാൻ സത്യപാലന് എങ്ങനെ പറ്റും? അടുത്ത കാര്യം, സെന്റ് മേരീസ് ആശുപത്രിയിലെ ഡോക്ടർ മാലതിയോട് ഒരു സർട്ടിഫിക്കറ്റ് ചോദിച്ചു വാങ്ങുന്ന കാര്യം നീ സത്യപാലനെ ഏൽപ്പിച്ചു. അയാളത് കൃത്യമായി ചെയ്തല്ലോ. ഡോക്ടറെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി. ഇനി നീ പോയാലൊന്ന് വാങ്ങേണ്ട കാര്യമേ ഉള്ളൂ. ഞാൻ എപ്പോ പോയി വാങ്ങണമെന്നാണ് ഈ പറയുന്നത്? 11 മണിക്ക് മുനിസിപ്പൽ കോടതി വന്ന ഉടനെ കേസ് വിളിക്കില്ലേ? ആ നേരത്തെ ഞാൻ ഡോക്ടർ മാലതിയെ കാണാൻ പോയിട്ടുണ്ടെങ്കിലും മുനിസിപ്പൽ സ്വഭാവം മാറില്ലേ മോനട്ടാ? ഭാമേ, ഒരു മുനിസിപ്പൽ കോടതിയിലെയും മജിസ്ട്രേറ്റ് കോടതിയിലെയും 2 കേസുകൾ വന്നപ്പോഴേക്കും നീ ഇങ്ങനെ നടന്ന് വെപ്രാളം പിടിക്കാൻ തുടങ്ങി എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. വില്ലേജ് ഓഫീസിലെയും താലൂക്ക് ഓഫീസിലെയും കാര്യങ്ങൾ ചെയ്യുന്നത് കോടതിയിൽ കേസ് വാദിക്കുന്ന പോലെ നല്ല. മോഹനേട്ടൻ ഒന്ന് പോകാമോ? എന്നെ കൊണ്ടിരുന്ന് പറയിക്കാൻ നിൽക്കരുത്. എന്തു പറയാ ഭാമേ, ചെയ്യാനുള്ള ജോലികളെ പറ്റി നമ്മൾ ആദ്യം ഒരു ധാരണ ഉണ്ടാക്കണം. എന്നിട്ട്
സമയബന്ധിതമായി അത് എങ്ങനെ നമുക്ക് തീർക്കാം എന്ന് ആലോചിക്കണം. അതിനെ പ്രായോഗിക ബുദ്ധി എന്ന് പറയും. നിന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് പ്രായോഗിക ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മോഹനേട്ടാ, വില്ലേജ് ഓഫീസിൽ കരം തീർക്കാൻ ആള് വരുമ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ രസീത് വാങ്ങി തണ്ടപ്പേര് നമ്പർ കണ്ടുപിടിച്ച് ആ രജിസ്റ്റർ എടുത്തു നോക്കി 63 രൂപ 50 പൈസ എന്ന് പറഞ്ഞ് ആ പൈസ വാങ്ങി പെട്ടിയിലിട്ട് രസീത് കൊടുക്കുന്ന പോലുള്ള നിസാര പണിയല്ല കോടതിയിലെ കാര്യങ്ങൾ. ഇതൊന്നും പറഞ്ഞ മോഹനേട്ടൻ മനസ്സിലാവൂല. അയ്യേ, നിനക്ക് ഇത്ര ബുദ്ധിയില്ലെന്ന് ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നീ ഫോണിൽ പറഞ്ഞതും എന്നോട് പറഞ്ഞതും ഒക്കെ വെച്ച് നിന്റെ ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ബുദ്ധി ഇപ്പോഴേ എന്റെ മനസ്സിൽ തെളിഞ്ഞു കഴിഞ്ഞു. എന്ത് ബുദ്ധി? അത് പറയാൻ എനിക്ക് മനസ്സില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഞാൻ വിചാരിച്ചാൽ നിന്റെ ഇന്നത്തെ പ്രശ്നങ്ങൾ പുഷ്പ പോലെ പരിഹരിക്കാൻ പറ്റും. എങ്ങനെ? അത് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ആ ബുദ്ധിർക്ക് പറഞ്ഞു തരാം. ഞാൻ പറയുന്ന വ്യവസ്ഥകൾ പാലിച്ച്. സാറേ, എന്ത് വ്യവസ്ഥ? മോനട്ടാ, ആദ്യം മൂത്തം വന്ന് എന്തിനാണ് ചോദിക്കട്ടെ. വ്യവസ്ഥകൾ അത് കഴിഞ്ഞിട്ട്. അല്ല അത് മനസ്സിലെന്തോ ഉണ്ടല്ലോ. നമസ്കാരമുണ്ട് സാർ. നമസ്കാരം. സാറ് രാവിലെ തന്നെ എന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. 9 മണിക്ക് മുൻപ് വരണമെന്നാണ് ഞാൻ ഉത്തമനോട് പറഞ്ഞിരുന്നത്. ഇപ്പോൾ 9 കഴിഞ്ഞു. വഴിയിൽ വെച്ചേ പ്രഭാകരനെ കണ്ടപ്പോ വെറുതെ സംസാരിച്ചോണ്ടിരുന്നു സാറേ. പിന്നെ സാറേ, അവനെ കഴിഞ്ഞ ആഴ്ച 5000 ലോട്ടറി അടിച്ചു. കേരളത്തിൽ അങ്ങനെ ഓരോ ദിവസവും എത്രയോ പേർക്കാണ് ലോട്ടറി അടിക്കുന്നത്. മറ്റൊരാൾക്ക് ലോട്ടറി അടിച്ചതിന്റെ പേരിൽ ഉത്തമൻ സമയം കളയുന്നത് ശരിയാണോ? അല്ല. ദാമോദർ സാറിന്റെ അച്ഛൻ മരിച്ചിട്ട് 4 മാസം. ഇപ്പോ എന്തോ ആവശ്യത്തിന് സാറിന് ഒരു പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റ് വേണം. ഉത്തമൻ ദാമോദർ സാറിന്റെ അടുത്ത് പോയി അപേക്ഷ വാങ്ങി താലൂക്ക് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കണം. ഓ, അത്രേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു സാറേ. അങ്ങനെ അങ്ങ് വെറുതെ അങ്ങ് ഏറ്റ പോരാ. കൃത്യം 9:45 ഉത്തമൻ ദാമോദർ സാറിന്റെ വീട്ടിലെത്തുമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. സമയത്തിന്റെ കാര്യത്തിൽ വളരെ കൃത്യനിഷ്ഠക്കാരനാണ് ദാമോദരൻ സാറും എന്നറിയാമല്ലോ. ആണോ? അതെ. 9:45 എന്ന് പറഞ്ഞാൽ 9:45 തന്നെ ആയിരിക്കും. 1 മിനിറ്റ് നേരത്തെയോ 1 മിനിറ്റ് വൈകിയോ ചെന്ന് കയറി കൊടുക്കരുത്. പിന്നെ അപേക്ഷയുമായി നേരെ തഹസിൽദാർ തന്നെ പോയി കാണണം. ഉത്തമൻ ചെല്ലുന്ന കാര്യം ഞാൻ തഹസിൽദാരെ വിളിച്ച് പറഞ്ഞോളാം. തഹസിൽദാരുടെ കയ്യിലേ അപേക്ഷ കൊടുക്കാവൂ. ഓ ശരി സാർ, തഹസിൽദാരുടെ കയ്യിൽ തന്നെ അപേക്ഷ കൊടുക്കാം. അതെ, മോനട്ടൻ പറഞ്ഞ ഐഡിയ ഒന്ന് പറ. എന്ത് ഐഡിയ? മോനട്ടൻ നേരത്തെ പറഞ്ഞില്ലേ, മോനട്ടൻ പറഞ്ഞില്ലേ എന്റെ എല്ലാ കാര്യങ്ങളും കൃത്യസമയം നടത്താനുള്ള ബുദ്ധി മോനട്ടൻ അറിയാന്ന്. അതെന്താന്ന് പറഞ്ഞതാ. നീ ആദ്യം പോയി എനിക്ക് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ എടുത്ത് വെക്ക്. ബാക്കി പിന്നുള്ള കാര്യല്ലേ. ചോറൊക്കെ ഞാൻ എടുത്തുതരാം. മോനട്ട കാര്യം പറ. നീ ചോറെടുത്ത് വെക്കുന്നുണ്ടോ ഇല്ലയോ? എന്താണ് സാറേ, എന്താ വലിയ കാര്യം ഉണ്ടല്ലോ. ഭാമ എപ്പോഴും പറയുന്നത് ഭയങ്കര സാമർഥ്യവാക്കിയല്ലെന്നാണ്. പക്ഷെ ഇന്ന് കുറച്ച് തിരക്ക് വന്നപ്പോഴേക്കും തല കറങ്ങിപ്പോയെന്ന്. ഞാനായിരുന്നെങ്കിൽ അത് പുഷ്പം പോലെ പരിഹരിച്ചേനെ. അത് പിന്നെ അങ്ങനെയാണല്ലോ സാർ. ആര് ഉത്തമ, എനിക്ക് വേറൊരു ബുദ്ധി തോന്നുന്നു. എന്ത്? ഉത്തമന് രാവിലെ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? എനിക്ക് രാവിലെ ഉച്ച കഴിഞ്ഞ് കൃഷി ഓഫീസിലൊന്ന് പോണം, മാത്രമേ ഉള്ളൂ. ഉത്തമൻ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. എന്താണ് കാര്യം സാറേ? ഇവിടെ നിൽക്കൂ ഉത്തമ. ഒരു രസകരമായ പരിപാടി ഞാൻ ഇപ്പൊ ഉത്തമന് കാണിച്ചു തരാം. എന്താണ് എന്താ രസകരമായ പരിപാടിയെ നമ്മളെ മോനെ സാർ. മോനട്ടാ, മോനട്ടൻ പറഞ്ഞത് എന്താ? എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് പറഞ്ഞതാ മോനട്ടാ. വഴിയുണ്ട്, അത് സത്യവുമാണ്. പക്ഷേ ഞാൻ അത് പറഞ്ഞു തന്ന് നിന്റെ കാര്യം സാധിച്ചു കഴിയുമ്പോ നീ പറയും ഒക്കെ നിന്റെ സാമർഥ്യം കൊണ്ടാണ് എന്ന്.
അയ്യോ, ഞാൻ അങ്ങനെ ഒന്നും പറയൂല. എന്തോ ഈ കാര്യത്തിൽ എനിക്ക് നിന്നെ വിശ്വാസമില്ല. നിന്ന നിൽപ്പിൽ സ്വഭാവം മാറുന്ന ആളാണ് നീ. ഇങ്ങനെ പറയല്ലേ മോനട്ടോ, ഞാൻ മോനട്ടിന്റെ ഭാര്യയല്ലേ. എനിക്കൊരു പ്രയാസം വരുമ്പോ സഹായിക്കേണ്ടത് മോനട്ടിന് ഉത്തരവാദിത്തമല്ലേ. ഇതൊക്കെ നീ ഇപ്പൊ പറയും, കുറച്ച് കഴിയുമ്പോ നിന്റെ സ്വഭാവം മാറും. അയ്യോ ഇല്ല, മാറൂല. ഇന്നത്തെ കേസെല്ലാം വളരെ പ്രധാനപ്പെട്ടതാ മോനട്ട. ആ കേസിന്റെ കാര്യത്തിൽ മോഹനട്ട എന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഞാൻ ഒരിക്കലും മറക്കൂല. ഇതൊന്നും കൊണ്ട് കാര്യമില്ല. എനിക്ക് നിന്നേക്കാൾ വളരെയധികം ബുദ്ധി കൂടുതലുണ്ടെന്നും ഞാൻ സഹായിക്കാറുള്ളത് കൊണ്ട് മാത്രമാണ് നീ വലിയ വക്കീലായതാണെന്ന് നീ സമ്മതിക്കണം. എന്താ ബുദ്ധിമുട്ട്? അയ്യോ എന്ത് ബുദ്ധിമുട്ട്. മോഹനേട്ടന് ശരിക്കും എന്നെക്കാട്ടിൽ ഒരുപാട് ബുദ്ധി കൂടുതലുണ്ടല്ലോ, അതിനെന്തെത്ര സംശയം. നിനക്ക് ഒരു പ്രയാസം വരുമ്പോൾ ഉപദേശിക്കാനും സഹായിക്കാനും മോഹനേട്ടൻ മാത്രമേ ഉള്ളൂ എന്ന് സമ്മതിക്കൂ. അല്ല, അതിപ്പോ പ്രത്യേകിച്ച് പറഞ്ഞ കാര്യമില്ലല്ലോ. മോഹനേട്ടന് ഒരു ദിവസം എന്തുമാത്രം സഹായങ്ങൾ എനിക്ക് ചെയ്തു തരുന്നേ. ഈ പറഞ്ഞതിലൊരു കളിയാക്കലിന്റെ രീതി ഉണ്ടല്ലോ. ഇല്ല, ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. ഇപ്പൊ നീ പറഞ്ഞതൊക്കെ ഉത്തമനോട് പറഞ്ഞു. ഉത്തമനെടുത്താ? എല്ലാ കാര്യങ്ങൾക്കും ഒരു സാക്ഷി വേണമല്ലോ, അല്ലെങ്കിൽ പിന്നെ നീ മാറ്റി പറയും. പക്ഷെ ഉത്തം പോയല്ലോ. ഇല്ല, ഉത്തമൻ അവിടെ നിൽപ്പുണ്ട്. പിന്നൊരു കാര്യം, ഇതൊക്കെ ഞാൻ നിന്നെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ചതാണെന്നും ഉത്തമന് തോന്നാൻ പാടില്ല. നിന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണെന്ന് ഉത്തമൻ തോന്നി വേണം. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്റെ മോനേട്ടാ? മോഹനേട്ടൻ എന്നെ സഹായിക്കാൻ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? എനിക്ക് മോഹനേട്ടനും ഞാനും അല്ലേ ഉള്ളൂ. ഇങ്ങനെ പല വാക്കുകൾ നീ പറയും, പക്ഷേ നിന്റെ ആവശ്യം കഴിയുമ്പോ അതൊക്കെ മാറ്റി പറയും ചെയ്യും. ശരി, മോഹനേട്ടൻ പറഞ്ഞ പോലെയൊക്കെ ഞാൻ ഉത്തമനടുത്ത് പറഞ്ഞോളാം. തീർന്നല്ലോ. പോയി. ഉത്തമൻ പോയില്ലായിരുന്നു. സാർ എന്റെ അടുത്ത് ഇവിടെ നിൽക്കാൻ പറഞ്ഞ് എന്തോ ഭയങ്കര രസമുള്ള കാര്യം ഉണ്ടെന്നാണ് പറഞ്ഞത്. അവസരം പരമാവധി ചൂഷണം ചെയ്യാന്നുള്ളതാണല്ലോ വില്ലേജ് ഓഫീസറുടെ രീതി. അതാണ് സംഭവം. അതെന്താണ് എനിക്ക് മനസ്സിലായില്ല. ഉത്തമ, ഇന്ന് എനിക്ക് മുനിസിപ്പൽ കോടതിയിലും മജിസ്ട്രേറ്റ് കോടതിയിലുമായിട്ട് 3 കേസുണ്ട്. കേസ് മാത്രമായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, വേറെ 1-2 സ്ഥലത്ത് പോവാനുമുണ്ട്. ഞാനാകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴാണ് മോഹനേട്ടൻ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞത്. മോഹനേട്ടൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. മോഹനേട്ടൻ ഭയങ്കര ബുദ്ധിമാനല്ലേ. സത്യം പറയാലോ ഉത്തമ, മോഹനേട്ടൻ എത്ര ബുദ്ധിയും അറിവുമുള്ളൊരു ഭർത്താവ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും വലിയൊരു വക്കീലായത്. എന്റെ മോഹനേട്ടൻ ഒരു സംഭവം തന്നെയല്ലേ. പിന്നല്ലേ, എനിക്കതെന്നേ അറിയാം. പക്ഷെ വക്കീൽ അത് ഇപ്പോഴേ മനസ്സിലായുള്ളൂ മാത്രം. കുറച്ചുകൂടെ മാറി നിൽക്കൂ, ഇവിടെ നിൽക്കൂ. ഉത്തമൻ കുറച്ചങ്ങോട്ട് നിൽക്കൂ. ഇവിടെ മതിയോ സാർ? ഉത്തമ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യം 9:45 ദാമോദരൻ സാറിന്റെ വീട്ടിലെത്തണം. സാറിന്റെ കയ്യിൽ നിന്ന് അപേക്ഷ വാങ്ങാൻ ഒരു 5 മിനിറ്റ് നഷ്ടപ്പെട്ടാൽ തന്നെ 9:50 ഉത്തമന് അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയും. ദാമോദരൻ സാറിന്റെ വീട്ടിൽ നിന്ന് ടൗണിലെ സ്റ്റേറ്റ് ബാങ്കിലേക്ക് 5 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഉത്തമൻ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ സ്കൂട്ടർ ഓടിച്ചാലും 8 മിനിറ്റ് കൊണ്ട് സ്റ്റേറ്റ് ബാങ്കിലെത്താം. ശരിയല്ലേ? ശരിയായിരിക്കും. ശരിയാണ്. അപ്പോൾ സമയം 9:55. ബാങ്ക് കൃത്യം 9:30 തുറക്കും. അതുകൊണ്ട് തന്നെ മാനേജർ അവിടെ തന്നെ കാണും. നേരെ മാനേജറെ പോയി കണ്ടിട്ട് ഭാമയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ആ കടലാസ് വാങ്ങണം. മാനേജറെ കാണാനും പരിചയപ്പെടാനും കാര്യം നടത്താനുമായി 5 മിനിറ്റ്. ഉത്തമൻ 10:03 ആകുമ്പോൾ ബാങ്കിൽ നിന്ന് ഇറങ്ങും. അവിടെ നിന്നും സെയിൽ ടാക്സിലെ ജോസഫ് സാറിന്റെ ഓഫീസിലേക്ക് വെറും 2 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ടൗൺ ആയതുകൊണ്ട് മണിക്കൂറിൽ 25 കിലോമീറ്റർ എന്ന വേഗത്തിൽ സ്കൂട്ടർ ഓടിച്ച് ജോസഫ് സാറിന്റെ അടുത്തെത്താൻ 5 മിനിറ്റ്. അപ്പോൾ സമയം 10:08. അവിടെ നിന്നും ജോസഫ് സാർ തരുന്ന സർട്ടിഫിക്കറ്റും വാങ്ങി ഇറങ്ങുമ്പോൾ മണി 10:15. തഹസിൽദാർ കൃത്യം 10:05 താലൂക്ക് ഓഫീസിൽ എത്തിയിട്ടുണ്ടാകും.
അതുകൊണ്ട് ദാമോദര സാറിന്റെ അപേക്ഷയുമായി നേരെ താലൂക്ക് ഓഫീസിലേക്ക് പോകും. ആ യാത്രയ്ക്ക് പരമാവധി വേണ്ടത് 5 മിനിറ്റ് മാത്രം. കൃത്യം 10:20 താലൂക്ക് ഓഫീസിലെത്തുന്ന ഉത്തമൻ തഹസിൽദാരെ നേരിട്ട് കാണുന്നു, അപേക്ഷ കൊടുക്കുന്നു, 10:30 പുറത്തേക്ക്. പിന്നെ പോകേണ്ടത് നേരെ സെന്റ് മേരീസ് ആശുപത്രിയിലേക്ക്. 4 കിലോമീറ്റർ, എടുക്കാവുന്നത് 6 മിനിറ്റ്. 10:36 ആശുപത്രിയിൽ എത്തുന്ന ഉത്തമൻ ഡോക്ടർ മാലതിയെ കണ്ട് ഭാമയ്ക്ക് കൊടുക്കാനുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോ മണി 10:42. അവിടെ നിന്ന് നേരെ മുൻസിഫ് കോടതിയിലേക്ക്. 8 മിനിറ്റ് കൊണ്ട് ഉത്തമൻ കോടതി വളപ്പിലെത്തും. അപ്പോൾ സമയം 10:50. കോടതിയുടെ പുറത്തു നിൽക്കുന്ന ഭാമയ്ക്ക് ഉത്തമൻ 3 കടലാസുകൾ നൽകുന്നു. ഭാമ അതുമായി കോടതിയിലേക്ക് കയറുമ്പോൾ 10:55. മുൻസിഫ് 11 മണിക്ക് കോടതിയിലെത്തും. ഞാൻ പറഞ്ഞത് ഉത്തമന് മനസ്സിലായി. മനസ്സിലായി. പക്ഷേ എങ്കിൽ ബാക്കിയെല്ലാം ഭാമ പറഞ്ഞു തരും. ഇങ്ങനെയാണ് ബുദ്ധിയുള്ളവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായി. നീ ഒരു വലിയ ബുദ്ധിശാലിയാണ് എന്നുള്ള അഹങ്കാരം മാറ്റിവെച്ച് മര്യാദയ്ക്ക് പെരുമാറിയാൽ ഇനിയും ഇതുപോലുള്ള ഉപദേശങ്ങൾ കെ മോഹനകൃഷ്ണൻ തരുന്നതാണ്. ഞാൻ ഇറങ്ങും. വില്ലേജ് ഓഫീസർ ആള് കൊള്ളാല്ലേ ഉത്തമ. സത്യത്തിൽ മോഹനേട്ടനെ KSRTC നിയമിച്ചിരുന്നെങ്കിലേ അവരുടെ ബസ്സുകളെല്ലാം കൃത്യസമയത്ത് ഓടിയേനെ. ശിശുപാലൻ ചേട്ടൻ ഇന്ന് താലൂക്ക് ഓഫീസിൽ പോകുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സഹായം ചെയ്യോ? എന്താ? തിരിച്ചു വരുമ്പോ സുജാതയുടെ കടയിൽ കയറി എനിക്കൊരു സാധനം വാങ്ങിച്ചോണ്ട് വരുമോ? അവളത് പാഴ്സലാക്കി വെച്ചിട്ടുണ്ട്. ശിശുപാലൻ ചേട്ടൻ നേരെ അങ്ങ് ചെന്നാ മതി. എന്റെ പ്രൊഫസർ, അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇളയ ചെറുക്കൻ ഒരു ബുക്ക് വാങ്ങണമെന്നും പറഞ്ഞിട്ട് പേരെഴുതി തന്നിരിക്കുക. മുനിസിപ്പൽ ഓഫീസിന്റെ പിറകിലുള്ള കടയിലേ അത് കിട്ടൂ. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും അമ്മയ്ക്ക് മരുന്ന് വാങ്ങണം. അതിനിടയിൽ സുജാതയുടെ കടയിൽ എങ്ങനെ പോകും? സുജാത ചുരിദാറൊക്കെ തച്ചു വെച്ചിട്ട് ദിവസം 4 ആയി. ഇതുവരെ അത് പോയി വാങ്ങാൻ പറ്റില്ല. അതെന്താ? അതെങ്ങനെയാ? തിരക്കോട് തിരക്കല്ലേ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് 9:30 മണിക്ക്. അപ്പൊ പിന്നെ നേരെ ഇങ്ങോട്ടല്ലേ വരാൻ പറ്റൂ? 5 മിനിറ്റ് താമസിച്ചാൽ മോനേഴ്സ് സാറിന്റെ വഴക്ക് കേൾക്കേണ്ടി വരും. വൈകിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയ നേരെ വീട്ടിലേക്ക് പോകേണ്ടി വരും. അനിയന് കോളേജ് തുറക്കാറായി. അമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യ. ഇതിനിടയ്ക്ക് ഞാൻ എപ്പോഴാ പോയി ചുരിദാർ വാങ്ങണത്? സ്വയംപ്രഭേ, സ്വയംപ്രഭ ഇപ്പൊ പറഞ്ഞത് ശുദ്ധ വിവരക്കേടാണ്. സ്വയംപ്രഭയ്ക്ക് സമയമില്ലാത്തത് കൊണ്ടല്ല കാര്യങ്ങൾ നടക്കാത്തത്. ഉള്ള സമയം എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ല സാർ. അത് മനസ്സിലാക്കാൻ ബുദ്ധി വേണം. ഇന്ന് സ്വയംപ്രഭയെ പോലെ തന്നെ തിരക്കിന്റെ കാര്യം പറഞ്ഞ് പ്രയാസപ്പെട്ട ഒരാൾക്ക് കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് സമയബന്ധിതമായി നടത്തുന്ന ഞാൻ പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു. എങ്ങനെയാണ് സർ? എനിക്ക് ഒന്നിനും സമയം കിട്ടാറില്ല. ഇപ്പോൾ കൃത്യം 10 മണി. ഈ സമയത്ത് വില്ലേജ് ഓഫീസറെ ജോലികൾ നോക്കൂ. ആദ്യം അത് നടക്കട്ടെ, ബാക്കി പിന്നെ. വല്ല ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കണ്ടേ? ഹലോ, അതെ ഉത്തമനാണ്. എന്ത് നീലാണ്ട ചേട്ടാ? നാളെ നോക്കട്ടെ. അങ്ങനെ പറഞ്ഞ എങ്ങനെ? എനിക്ക് എന്റെ തിരക്കുകളില്ലേ. ഞാൻ രാത്രി വിളിക്കാം. ഓ ശരി ശരി ശരി. മോനൊരു സാറ് വരുന്നുണ്ട്. എന്തൊക്കെയുണ്ട് ഉത്തമ വിശേഷങ്ങൾ? കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടന്നുവല്ലോ. ഏത് കാര്യം? ഞാൻ രാവിലെ ഉത്തമനെ ഏൽപ്പിച്ച കാര്യങ്ങൾ.
ദാമോദര സാറിന്റെ പിന്തുടർച്ച സർട്ടിഫിക്കറ്റിന്റെ അപേക്ഷ താലൂക്ക് ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തു എന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ആ, ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ പറയൂ. ബാക്കി അങ്ങനെ പറയാനൊന്നുമില്ല സാറേ. സാറ് പറഞ്ഞതുപോലെ കൃത്യം 9:45 ഞാൻ ദാമോദര സാറിന്റെ വീട്ടിലെത്തി. സാറിന്റെ അപേക്ഷ വാങ്ങിയിട്ട് 10 മണിക്ക് സ്റ്റേറ്റ് ബാങ്കിൽ ചെല്ലണമെന്നാണല്ലോ സാറ് പറഞ്ഞത്. അതെ, ദാമോദര സാറിന്റെ വീട്ടിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്കിലേക്ക് കൃത്യം 5 കിലോമീറ്റർ. ഉത്തമന്റെ സ്കൂട്ടറിൽ പോയാൽ 8 മിനിറ്റ് കൊണ്ട് എത്താം. അല്ല സാറേ, ഞാൻ ദാമോദര സാറിന്റെ വീട്ടിൽ നിന്ന് വെറും 6 മിനിറ്റ് കൊണ്ട് സ്റ്റേറ്റ് ബാങ്കിലെത്തി. നല്ല സ്പീഡിലാ പോയത്. അങ്ങനെ അമിത വേഗത്തിൽ വണ്ടി ഓടിക്കുന്ന നല്ലതിനല്ല. സ്റ്റേറ്റ് ബാങ്കിൽ നിന്നും ജോസഫ് സാറിന്റെ ആഫീസ് വരെ 2 കിലോമീറ്റർ. അതിനെടുക്കാവുന്നത് 5 മിനിറ്റ് മാത്രം. 10:10 ബാങ്കിൽ നിന്ന് ഇറങ്ങിയാലും 10:15 ജോസഫ് സാറിന്റെ അടുത്തെത്താം. അവിടെ സാറിന് തെറ്റി. ബാങ്കിൽ നിന്ന് ജോസഫ് സാറിന്റെ അടുത്തെത്താൻ ഞാൻ 4 മിനിറ്റ് എടുത്തുള്ളൂ. പിന്നെ താലൂക്ക് ഓഫീസിലേക്ക് വേണ്ടി വരുന്നത് 5 മിനിറ്റ്. 10:28 അവിടെ എത്താം. അവിടെ നിന്നും സെന്റ് മേരീസ് ആശുപത്രിയിലേക്ക് വേണ്ടുന്നത് 6 മിനിറ്റ്. പിന്നെ നേരെ മുൻസിഫ് കോടതിയിലേക്ക് 11 മണിക്ക് മുൻപേ ഭാമയുടെ അടുത്തെത്തി സകല പേപ്പറുകളും കൊടുത്ത് ഉത്തമൻ തിരിച്ചിങ്ങ് പോന്നു അല്ലേ? ഇല്ല. ഇല്ലേ? ഒരിക്കലുമില്ല. ഇനി സംഭവിച്ച എന്താണെന്ന് ഞാൻ പറയാം. ഞാൻ സാറ് പറഞ്ഞതുപോലെ 9:45 ദാമോദര സാറിന്റെ വീട്ടിലെത്തുന്നു. അപ്പോ ദാമോദര സാർ അവിടെ ഉണ്ടായിരുന്നില്ല. ഇല്ലേ? ഇപ്പൊ വരും എന്ന് സാറിന്റെ ഭാര്യ പറഞ്ഞു. ഞാൻ എവിടെ ആയിരുന്നു? 10 മണി കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും ചോദിച്ചു, സാർ എപ്പ വരും എന്ന്. അപ്പൊ സാറിന്റെ ഭാര്യ പറഞ്ഞു, സാർ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന്. 10:15 ഞാൻ വീണ്ടും ചോദിച്ചു, സാർ എപ്പ വരും? സാറ് ദാ എത്തിക്കഴിഞ്ഞു എന്ന് സാറിന്റെ ഭാര്യ. അവസാനം 10:35 സാറ് വന്നു. സാറിന്റെ അപേക്ഷയും വാങ്ങി ഞാൻ നേരെ ബാങ്കിലേക്ക് വിട്ടു. 6 മിനിറ്റ് കൊണ്ട് എത്തി. പക്ഷെ എത്തിയപ്പോഴേക്കും മാനേജർ കൊച്ചിക്ക് പോയി. പിന്നെ നമ്മൾ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. നേരെ വിട്ടു ജോസഫ് സാറിന്റെ അടുത്ത്. ചെന്നപ്പോ സാറ് പുറത്തു പോയി എന്ന് പറഞ്ഞു. 10-15 മിനിറ്റ് എന്നെ കാത്തിരുന്നിട്ടാണ് സാറ് പോയത്. പിന്നെ അവിടെ നേരെ താലൂക്ക് ഓഫീസിലോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോ തഹസീൽദാർ RDO ആയിട്ട് ചർച്ചയിലാണ് എന്ന് പറഞ്ഞു. അപേക്ഷ തഹസീൽദാരുടെ കയ്യിൽ മാത്രമേ കൊടുക്കാവൂ എന്ന് സാറ് പറഞ്ഞത് കൊണ്ട് ഞാൻ അങ്ങനെ കാത്തിരുന്നു. ഒടുവിൽ തഹസീൽദാരെ കണ്ടതേ 11:20. പിന്നെ അവിടെ നിന്ന് നേരെ സെന്റ് മേരീസ് ആശുപത്രിയിലോട്ട്. കൃത്യം 11:29 ആശുപത്രിയിലെത്തി. പക്ഷെ ഞാൻ ചെന്നപ്പോഴേക്കും മാലി ഡോക്ടർ സ്ഥലം വിട്ടു കഴിഞ്ഞു. ഇനി വൈകുന്നേരം 4 മണിക്കേ വരുള്ളൂ എന്നും പറഞ്ഞു. എന്നിട്ടെന്തെന്ന്? ഇതിനിടയിൽ വക്കീല് പല പ്രാവശ്യം എന്റെ ഫോണിൽ വിളിച്ചു. ചീത്ത വിളിക്കാനാണ് വിളിക്കുന്നതെന്ന് അറിയാന്നുള്ളതുകൊണ്ട് ഞാൻ എടുക്കാനൊന്നും പോയില്ലേ. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോ വക്കീൽ വേറെ ഫോണിൽ നിന്ന് തന്നെ വിളിച്ചു. ആളറിയാതെ ഞാൻ എടുത്തും പോയി. ദാമോദര സാർ താമസിച്ചാണ് സകല കുഴപ്പങ്ങൾക്ക് കാരണമെന്ന് പറഞ്ഞ് ഞാൻ പതുക്കെ തലയൂരി. അപ്പോൾ കേസ് അതിനെ പറ്റിയൊന്നും എനിക്കറിഞ്ഞൂല. ഉത്തമനോട് എനിക്കിനി ഒന്നും പറയാനില്ല. പറയാനുള്ളതല്ല ഞാൻ വില്ലേജ് പറഞ്ഞോളാം എന്നാണ് വക്കീല് പറഞ്ഞത്. എന്നാ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ സാറേ, ഞാൻ പൊയ്ക്കോട്ടെ എന്ന്. ഓ ശരി. മണ്ടായി. ഹലോ, അതെ. ഗുഡ് ഈവനിങ് സാർ. സാർ തിരിച്ചെത്തിയോ? അത് ശരി. എങ്ങനെയുണ്ടായിരുന്നു സാർ കേസ്? ഓ അതെയോ, അതെന്തായാലും നന്നായി സാർ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സാർ അറിഞ്ഞു കാണുമല്ലോ. സ്റ്റേറ്റ് ബാങ്കിലെ മാനേജറോടും സെയിൽസ് ടാക്സിലെ ജോസഫ് സാറിനോടും സെന്റ് മേരീസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ മാലതിയോടും എല്ലാം ഇന്നലെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വെച്ചിരുന്നതാ. രാവിലെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്താൽ തീർന്നു പോയില്ലെങ്കിലോ എന്ന് ഓർത്ത് ഒരു മഹാബുദ്ധിമാന്റെ സഹായം ഞാൻ ചോദിച്ചു. സാർ, എന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അബദ്ധം പറ്റിയിട്ടേ ഇല്ല സാർ.
ബാക്കിയെല്ലാം നാളെ രാവിലെ ഓഫീസ് വരും പറയാം. ആ ശരി സർ. അതിബുദ്ധിമാനായ മോഹനേട്ടനെ ഭർത്താവായി കിട്ടിയത് എന്റെ മഹാഭാഗ്യമാണെന്ന് എന്നെ കൊണ്ട് മോഹനേട്ടൻ പറയിപ്പിച്ചപ്പോ ഞാൻ കരുതിയതേ ഇല്ല മോഹനേട്ട ഇത്രയും വലിയൊരു അബദ്ധത്തിൽ ഞാൻ പോയി ചാടുവെന്ന്. 9:45 ദാമോദര സാറിന്റെ അടുത്ത് 10:03 സെയിൽസ് ടാക്സ് ഓഫീസില്. ഒയ്യോ എന്തൊരു കണക്കായിരുന്നു. ഇതൊക്കെ എന്റെ കുറ്റാണ്. 9:45 ദാമോദര സാർ വരാത്തല്ലേ കുഴപ്പമായത്. ദാമോദര സാറ് ഭയങ്കര കൃത്യനിഷ്ഠക്കാരനാണ്. കൃത്യസമയത്ത് തന്നെ വരുമെന്ന് ഉത്തമനോട് പറഞ്ഞത് മോഹനേട്ടൻ തന്നെയല്ലേ? മനുഷ്യന്റെ കാര്യല്ലേ ചിലപ്പോ. ആ ജോസഫ് സാറോ ഡോക്ടർ മാലതിയോ താമസിച്ചിരുന്നുവെങ്കിൽ മോഹനേട്ടൻ ആ പേരിൽ എന്നെ ചീത്ത പറഞ്ഞ കണ്ണു പൊട്ടിച്ചേനെ. അവരെന്റെ ആളുകളാണല്ലോ. പക്ഷെ ഇന്ന് കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത് മോഹനേട്ടന്റെ സ്വന്തം ദാമോദര സാറും. ആ ഉത്തമ ബുദ്ധിയില്ലാത്ത ഞാൻ എന്ത് ചെയ്യാനാ? ദാമോദര സാർ വൈകുന്നേരത്തപ്പോ അടുത്ത സ്ഥലത്തേക്ക് പോണമായിരുന്നു. അങ്ങനെ പോയി കഴിയുമ്പോൾ ദാമോദര സാറ് വന്നിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ ഉത്തമനെ കൊന്നേനെ. ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് ഉത്തമൻ ദാമോദര സാർ വരുന്നവർ അവിടെ തന്നെ ഇരുന്നു. നിന്റെ കേസ് എന്തായി? 3 തോറ്റ. മുനിസിപ്പൽ കോടതിയിൽ എതിർകക്ഷിയുടെ വക്കീല് അവധിക്ക് അപേക്ഷിച്ചുകൊണ്ട് അവിടെ രക്ഷപ്പെട്ടു. മജിസ്ട്രേറ്റ് രാമേന്ദ്ര സാറ് പനി പിടിച്ച് ആശുപത്രിയിലായതുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് കൂടിയതുമില്ല. ഈശ്വരൻ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഞാനിന്ന് രക്ഷപ്പെട്ടു. അല്ലാതെ മോഹനേട്ടന്റെ ബുദ്ധി കൊണ്ടല്ല. മനസ്സിലായോ? കണക്ക് കൂട്ടി ജീവിക്കുന്നത് സംഗതി രസമാണെങ്കിലും ചില നേരങ്ങളിൽ കണക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ടെന്നതാണ് പ്രശ്നം. ഇവിടെ ആകട്ടെ തെറ്റിയത് വില്ലേജ് ഓഫീസറുടെ കണക്ക് തന്നെ ആയതിനാൽ ഇനി തർക്കങ്ങൾക്കും പ്രസക്തിയില്ല. ഇന്നത്തെ കഥയുടെ കണക്കുകൾ ഇവിടെ അവസാനിപ്പിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.